മണിപ്പൂർ വിഷയത്തിലെ നിലപാട് മാറ്റി ഓർത്തഡോക്സ് സഭ. മണിപ്പൂരിലുണ്ടായത് 2 ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നമെന്ന് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബസേലിയോസ് മാത്യൂസ് തൃതീയൻ ബാവ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. മണിപ്പൂരിലേത് ക്രൈസ്തവ കൂട്ടക്കൊല എന്ന് ആവർത്തിക്കുന്നതിന്റെ ഇടയ്ക്കാണ് തിരഞ്ഞെടുപ്പിന് പിന്നാലെയുള്ള സഭയുടെ നിലപാട് മാറ്റം. ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. ഒത്തിരി ഒരു രാജ്യത്ത് വീണ്ടും മോദി സർക്കാർ അധികാരത്തെത്തിയിരിക്കുന്നത്, എങ്ങനെയാണ് ഓർത്തഡോക്സ് സഭ നോക്കി കാണുന്നത്? മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നതിൽ സന്തോഷം, പ്രത്യേകിച്ച് സന്തോഷമുണ്ട്. കേരളത്തിൽ നിന്ന് 2 പേര് പുതിയ മന്ത്രിമാരായി വന്നിരിക്കുന്നത് കേരളത്തിന് കേരള ജനതയ്ക്ക് മുഴുവനും അഭിമാനമാണ്. അതിൽ പ്രത്യേകമായ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ഈ മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. പക്ഷേ എന്നിട്ടും കേരളത്തിൽ ക്രൈസ്തവ സഭകളിൽ ഒരുപാട് വലിയ രീതിയിൽ പിന്തുണ പ്രത്യേകിച്ച് തൃശ്ശൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ BJP കിട്ടിയിട്ടുണ്ട്. തൃശ്ശൂർ കൂടുതലായി കിട്ടിയിട്ടുണ്ടായിരിക്കണം. കാരണം പ്രത്യേകിച്ച് സുരേഷ് ഗോപി ജയിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രംഗത്തെല്ലാം ക്രിസ്തീയ സഭകളോട് കൂടുതൽ അടുപ്പമുണ്ടാക്കി. ഒരു പക്ഷെങ്കിൽ ക്രിസ്തീയ സഭകൾക്ക് അതിലുള്ള താല്പര്യമുണ്ടായി. മാത്രമല്ല അതൊരു ഗോത്രവർഗത്തിൻ്റെ തമ്മിലുള്ള അടിയായിട്ട് ചിത്രീകരിക്കാനും അത് മനസ്സിലാക്കാനും സാധിച്ചു. അപ്പോൾ അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങൾ കൂടുതൽ ക്രൈസ്തവരുള്ളതായ ഭാഗത്ത് അവിടെയുള്ള പള്ളികൾ ആക്രമിക്കപ്പെട്ടു. അത് സ്വാഭാവികമായിട്ടും ഗോത്രങ്ങൾ തമ്മിലുള്ളതാകുമ്പോൾ ഓരോ ഗോത്രം അതിൻ്റേത് എന്തെല്ലാം ഉണ്ടോ മറ്റേത് നശിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷെങ്കിൽ മറ്റേ ഗോത്രത്തിലുള്ളതായിരിക്കുന്ന ടെമ്പിൾസോ ഒക്കെ നശിപ്പിച്ച് കാണും എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് വലിയ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നുള്ളതാണ് ക്രൈസ്തവ മുഴുവനും മനസ്സിലാക്കുന്നത്. ഈ തൃശ്ശൂർ ഒരു തുടക്കമായിരിക്കും കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് അത് BJP ആണ് പറയേണ്ടത്, ഞാനല്ല പറയേണ്ടത്. തൃശ്ശൂർ തുടക്കമാകുമോ അതോ തൃശ്ശൂർ, കാരണം അതാണ് ഞാൻ പറഞ്ഞത്. ഒരു കാലത്ത് തിരുവനന്തപുരത്ത് BJPക്ക് ഒരു നിയമസഭാ സീറ്റ് കിട്ടി. അടുത്ത തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ നിയമസഭാ സീറ്റ് പോയി. ഇതുവരെയും ഒരു ലോക്സഭാ മണ്ഡലം കിട്ടിയില്ല. ഇത് ആദ്യമായിട്ട് ഇത് കിട്ടി. അടുത്ത പ്രാവശ്യം ഇതുണ്ടാവുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഈ കേരളത്തിലേക്ക് വന്നാൽ LDF ഭരണമുന്നണി, പക്ഷെ അവർ വിചാരിക്കുന്നതിനപ്പുറം ഒരു തകർച്ച നേരിടേണ്ടി വന്നു. വലിയ രീതിയിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിലാകെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? കേരളത്തിൽ അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഭരണവിരുദ്ധ വികാരമായിരുന്നെങ്കിൽ ആ ഒരു സീറ്റ് പോലും കിട്ടാൻ പാടില്ലായിരുന്നല്ലോ എന്നുള്ളതാണ് എൻ്റെ വീക്ഷണം. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാർ യാക്കോബായ സഭയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രത്യേകിച്ച് ചർച്ച് ബില്ലുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ രീതിയിൽ അവർക്കൊപ്പം നിൽക്കുന്ന നിലപാടുകൾ പലതും എടുത്തിട്ടുണ്ടായിരുന്നു. അതിനെതിരെ ഓർത്തഡോക്സ് സഭ നേരത്തെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ചാലക്കുടി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ LDF വലിയ രീതിയിൽ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. LDFന് അവരുടെ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിരിക്കുന്ന ഓരോ ബൂത്ത് വൈസായിരിക്കുന്ന കണക്കെടുക്കാൻ അവരെ കൊണ്ട് കഴിയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് തീരുമാനമെടുക്കണമെന്ന് അവർക്ക് ചിന്തിക്കാൻ കഴിയും. ഞങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ ഭരണതന്ത്രജ്ഞന്മാരാണ്, അവർക്കത് ചെയ്യാം. സഭ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. വിവരങ്ങളുമായി ഷിനോജ് ചേരുന്നു. ഷിനോജ്, ഗുഡ് മോർണിംഗ്. ഈ ക്രിസ്തീയ സഭകൾ ഒരു BJPയുമായി കുറച്ച് കൂടുതൽ അടുക്കുന്നു എന്ന് വേണമോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു നിലപാട് മാറ്റം ഈ സന്ദർഭത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം ഉണ്ടായിരിക്കുന്നത്? മോത്തി, മണിപ്പൂർ വിഷയം നമ്മുടെ രാജ്യത്ത് എത്രത്തോളമാണ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടത് നമുക്കെല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് BJPക്കെതിരെ ഇന്ത്യ മുന്നണി അവരുടെ ഏറ്റവും വലിയ പ്രചാരണ ആയുധമെന്ന് പറയുന്നത് മണിപ്പൂർ വിഷയം തന്നെയായിരുന്നു. കേരളത്തിലേക്ക് വന്നാൽ LDFും UDFും ഒരുപോലെ തന്നെ ഈ മണിപ്പൂർ വിഷയം BJPക്കെതിരെ വലിയ രീതിയിൽ ആയുധമാക്കിയിരുന്നു. പ്രത്യേകിച്ച് ഈ മലബാർ മേഖലകളിൽ CAA ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാക്കിയപ്പോൾ മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിൽ BJPക്കെതിരെയുള്ള LDFിൻ്റെയും UDFിൻ്റെയും വലിയൊരു പ്രചാരണ വിഷയമെന്ന് പറയുന്നത് മണിപ്പൂർ തന്നെയായിരുന്നു. ക്രൈസ്തവ സഭകൾ, അതായത് കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ സഭകളും തന്നെ ഈ വിഷയത്തിൽ BJPക്കെതിരെ ശക്തമായി തന്നെ രംഗത്ത് വന്നു. പ്രത്യേകിച്ച് ഈ ഓർത്തഡോക്സ് സഭ തന്നെ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയ പല നിലപാടുകളും പല പ്രഖ്യാപനങ്ങളും പല പ്രതികരണങ്ങളും ഒക്കെ തന്നെ അത് കേന്ദ്ര സർക്കാരിനെതിരെ വലിയ ശക്തമായുള്ള വിമർശനങ്ങളൊക്കെ തന്നെയായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഓർത്തഡോക്സ് സഭ ഒരു നിലപാട് മാറ്റത്തിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് ഈ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കേണ്ടത്. പ്രത്യേകിച്ച് അതിൽ പറയുന്നത് ഇതൊരു ക്രൈസ്തവ കൂട്ടക്കൊല എന്നതാണ് മണിപ്പൂരിൽ നടന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സഭ ഇപ്പോൾ പറയുന്നത് ഇത് 2 ഗോത്രങ്ങൾ തമ്മിലുള്ള കലാപമെന്ന് മാത്രമാണ്. പ്രത്യേകിച്ച് ആ വിഷയത്തെയൊക്കെ വളരെ സാധൂകരിച്ചുകൊണ്ടാണ് ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇതൊരു 2 ഗോത്രങ്ങൾ തമ്മിലുള്ള കലാപമാണ്. അതിനാൽ തന്നെ സഭകൾക്കും, അതായത് ക്രൈസ്തവരുടെ ഭാഗത്തുള്ള സഭകൾക്കും അതുപോലെ തന്നെ ഹൈന്ദവർ താമസിക്കുന്ന ഭാഗത്തുള്ള അമ്പലങ്ങൾക്കും ഒരുപോലെ തന്നെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒരു രീതിയിൽ ഷിനോജിലേക്ക് വരാം ഇപ്പോൾ.